സുദിയോ എന്ന് കേൾക്കാത്തവരെല്ലാം കേട്ടു. ഒരു ബ്രാൻഡിന് ഇതിലും വലിയ പബ്ലിസിറ്റി ഇനി കിട്ടാനില്ല. ടാറ്റ ഇപ്പോൾ പറയുന്നു, എല്ലാ സുഡുക്കൾക്കും നന്ദി. സുഡാപ്പി മൗദൂദി കുഞ്ഞുങ്ങളുടെ സുദിയോ ബഹിഷ്കരണം 8 നിലയിൽ പൊട്ടി എന്ന് മാത്രമല്ല, സുദിയോയിലേക്ക് ഇപ്പോൾ വൻ ജനത്തിരക്കാണ്. എന്താണ് സുദിയോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ മലയാളികൾ പലരും. സുദിയോയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവർ പരസ്യം ചെയ്യാറില്ല. അതുകൊണ്ടാണ് ടാറ്റ എല്ലാ സുഡുക്കൾക്കും നന്ദി പറഞ്ഞത്. പ്രധാനമായും ഈ ബഹിഷ്കരണത്തെക്കുറിച്ച് പറയാനല്ല ഈ വീഡിയോ. മലയാളത്തിലെ ചാനലുകളിലെ മാപ്രകളുടെ സുദിയോ ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള നിലപാടുകളെക്കുറിച്ച് പറയുവാനാണ്. ന്യൂസ് 18 ചാനലിലെ അപർണ കുറുപ്പ് എന്ന മാധ്യമ പ്രവർത്തകയുടെ അവരുടെ തന്നെ പ്രൈം ഡിബേറ്റിൻ്റെ ചർച്ചയ്ക്കെടുത്ത വിഷയമായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഇതൊന്ന് കേട്ടു നോക്കൂ. ഇസ്രയേലുമായി സഹകരിക്കുന്നത് കൊണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുള്ള ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന SIOയുടെ പ്രതിഷേധത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ മറു ക്യാമ്പയിൻ നടത്തുന്ന കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നത്. പശ്ചിമേഷ്യൻ വിഷയത്തിൽ പ്രതീകാത്മക പ്രതിഷേധമെന്ന് SIOയും പഹൽഗാം വിഷയത്തിൽ നിശബ്ദത പാലിച്ചവർ ടാറ്റയെ തള്ളി പറയുന്നത് രാജ്യത്തെ അപമാനിക്കലാണെന്ന് സംഘപരിവാർ സംഘടനകളും വാദിക്കുന്നു. ബോയ്ക്കോട്ട് അഥവാ ബഹിഷ്കരണം പ്രാകൃതമല്ല, തികച്ചും ജനാധിപത്യപരമായ പ്രതിഷേധമാണ്. മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന പ്രതിഷേധ മാർഗങ്ങളിൽ ഏറ്റവും മുന്നിലുമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച ക്യാമ്പയിൻ ഇന്ത്യ കണ്ടതുമാണ്, നെഞ്ചിലേറ്റിയതുമാണ്. പക്ഷേ ഈ ഗണത്തിൽ എവിടെയെങ്കിലും പെടുത്താനാകുമോ ടാറ്റയ്ക്കെതിരെ നടത്തുന്ന ബോയ്ക്കോട്ട് എന്നതാണ് ആദ്യ ചോദ്യം. എമ്പുരാൻ സിനിമയെ വരെ ബഹിഷ്കരിച്ച് സംഘപരിവാർ നടത്തിയ പ്രതിഷേധങ്ങൾ മലയാളി മറക്കാറായിട്ടില്ല. ബോയ്ക്കോട്ട് പ്രതിഷേധ മാർഗമായി സ്വീകരിച്ച പ്രസ്ഥാനങ്ങൾക്ക് ഈ രീതിയിൽ ഈ തരത്തിൽ തള്ളിപ്പറയാനാകുമോ എന്നത് രണ്ടാമത്തെ ചോദ്യം. ഇസ്രായേലുമായി സഹകരിക്കുന്നത് കൊണ്ട് ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുള്ള ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന SIOയുടെ പ്രതിഷേധത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ മറു ക്യാമ്പയിൻ നടത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ബോയ്ക്കോട്ട് പ്രതിഷേധ മാർഗമായി സ്വീകരിച്ച പ്രസ്ഥാനങ്ങൾക്ക് ഈ രീതിയെ ഈ തരത്തിൽ തള്ളിപ്പറയാനാകുമോ എന്നത് മറ്റൊരു ചോദ്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ മാപ്ര ചർച്ച തുടങ്ങി വെച്ചത്. സംഘപരിവാർ സംഘടനകളാണോ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും മൗദൂദി കുഞ്ഞുങ്ങളുടെ ഈ ബോയ്ക്കോട്ട് ആഹ്വാനത്തിന് എതിരായിരുന്നു. മൗദൂദി കുഞ്ഞുങ്ങളും മൗദൂദി ചാനലും ഈ അപർണ എന്നു പേരായ മാധ്യമ പ്രവർത്തകയും ഒഴികെ ആരും ഇതിനെ അനുകൂലിച്ചും കണ്ടില്ല. എന്താണ് ഈ മാപ്രയുടെ അജണ്ട എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒന്നുണ്ട്, സംശയമില്ല. ടാറ്റയ്ക്കെതിരെ, ടാറ്റയുടെ സുദിയോ എന്നു പേരായ വസ്ത്ര വിൽപ്പനശാലയ്ക്കെതിരെ മൗദൂദി കുഞ്ഞുങ്ങൾ ബാനറും പ്ലാക്കാർഡും ഉയർത്തി നടത്തിയ ബോയ്ക്കോട്ട് ആഹ്വാനമായിരുന്നില്ല ഈ മാപ്രയുടെ വിഷമം. മറിച്ച് അതിനെതിരെ വന്നവരെയെല്ലാം സംഘപരിവാറുകാരാക്കി അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന ചോദ്യമായിരുന്നു ഈ മാപ്രയുടേത്. ടാറ്റയെ പോലെ ഒരു രാഷ്ട്ര പുനരുദ്ധാരണത്തിനും രാജ്യ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു കമ്പനി ഇന്ത്യയിലില്ല. ആ ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനം ഒരു പ്രശ്നമായി ഇവർക്ക് തോന്നുന്നില്ല. ബോയ്ക്കോട്ടും ബഹിഷ്കരണവും പ്രാകൃതമല്ല, അതായിരുന്നു അവരുടെ അടുത്ത വെളിപ്പെടുത്തൽ. തികച്ചും ജനാധിപത്യപരമായ ഒരു രീതിയാണ് അത് എന്നും മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ടേ അതുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ജനാധിപത്യപരമാണ്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. എന്നാൽ ആ ബഹിഷ്കരണാഹ്വാനത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ക്യാമ്പയിൻ നടത്തിയാൽ അത് ജനാധിപത്യപരമല്ല, അത് ഫാസിസമാണ് എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും. ബോയ്ക്കോട്ടൊക്കെ പ്രാകൃതമായ ഒരു രീതി തന്നെയാണ് ശ്രീമതി അപർണ. ഈ ബോയ്ക്കോട്ടിൻ്റെ മറ്റൊരു രൂപം തന്നെയല്ലേ ഊരുവിലക്ക്? അത് പ്രാകൃതമല്ലേ, ജനാധിപത്യപരമാണോ? പിന്നെ മഹാത്മാഗാന്ധി നടത്തിയ ബഹിഷ്കരണം, അത് വിദേശ വസ്ത്രങ്ങളും വിദേശ വസ്തുക്കളുമൊക്കെയായിരുന്നു ബഹിഷ്കരിച്ചിരുന്നത്. അതിലിപ്പോഴും ശരിയുമുണ്ട്. സ്വദേശി പ്രസ്ഥാനവും നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വസ്തുക്കളും മാത്രം ഉപയോഗിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് മറന്നുപോയോ ശ്രീമതി അപർണ കുറുപ്പ്? നാട്ടിലെ ഒരു പല വ്യഞ്ജനക്കട ഒരു ദിവസം രാവിലെ ഒരു കൂട്ടർ എന്തൊക്കെയോ കാരണം പറഞ്ഞ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്താൽ എന്താകും അയാളുടെ ഒരു അവസ്ഥ? ആരും ആ കടയിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല എങ്കിൽ അയാളുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ എന്താകും? ഇതാണോ ജനാധിപത്യപരം? മൗദൂദി കുഞ്ഞുങ്ങളുടെ കാടൻ പ്രവർത്തിക്ക് നേരെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഇത് ജനാധിപത്യപരമാണ്, മഹാത്മാഗാന്ധി കാണിച്ചു തന്ന വഴിയാണ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുർക്കിയെ ഒക്കെ നമ്മൾ ബഹിഷ്കരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്
ഒരു സമീകരണമായിരുന്നു ഈ ബഹുമാന്യ വനിത നടത്തിയത്. മൗദൂദി കുഞ്ഞുങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യവും അപർണ ചോദിച്ചില്ല. ഇടയിൽ മൗദൂദി കുഞ്ഞുങ്ങൾക്ക് ഉത്തരം പറയുവാൻ ഇതൊരു സമാധാനപരമായ സമരമല്ലായിരുന്നില്ലേ എന്ന് അപർണ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഉത്തരം പറയിക്കുന്നുമുണ്ടായിരുന്നു. മലയാളിയെ ഒരു തരത്തിലും ബാധിക്കാത്ത, ഒരു മലയാളി പോലും ഇല്ലാത്ത പാലസ്റ്റൈനിലും ഗസയിലും കിടക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ ടാറ്റ പോലെ ഒരു കമ്പനിയെ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനത്തെ ചോദ്യം ചെയ്യേണ്ടതിന് പകരം അതിനെ ചോദ്യം ചെയ്യുന്നവരെ ചോദ്യം ചെയ്യുകയായിരുന്നു അപർണ. എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കൂ. സന്ദീപ് വചസ്പതി എന്നു പേരായ BJP കാരനോട് ഇവർ ചോദിക്കുന്നത് കേട്ടോ. അതിനുള്ള ഉത്തരവും സന്ദീപ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് കേട്ടു നോക്കൂ. ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വചസ്പതി നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധിക്കാനും ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനും സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു അവകാശമുണ്ടല്ലോ. ഇത് വലിയ തരത്തിൽ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനൊക്കെയാണ് സംഘപരിവാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത്. അതൊരു ശരിയായ പ്രവണതയാണോ? അത് ശരി. അപ്പൊ സംഘപരിവാർ നടത്തുന്ന പ്രചരണത്തിനാണ് താങ്കൾക്ക് കുഴപ്പം, അല്ലാതെ ഈ പ്രചരണത്തെ താങ്കൾക്ക് കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? പാലസ്റ്റൈനിൽ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. ചൈനയിലുമുണ്ട് ഉയ്ഗൂർ മുസ്ലിം. അവർ അനുഭവിക്കുന്ന വംശഹത്യക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമൊന്നും വേണ്ടേ? പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം ഇസ്രായേലാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ അണ്ണന്മാർ ഈ ബഹിഷ്കരണത്തിൻ്റെ പോസ്റ്റ് ഇടുന്നത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും. ആരുടെ ഫേസ്ബുക്ക്, ആരുടെ വാട്സാപ്പ്? മാർക്ക് സക്കർബർഗ് എന്നു പേരായ ഒരു ജൂതൻ്റെ ഫേസ്ബുക്കും വാട്സാപ്പും. അപ്പോൾ ഇതൊന്നും ബഹിഷ്കരിക്കാതെ ടാറ്റായുടെ സ്റ്റുഡിയോ എന്തിനാണ് ഇവന്മാർ ബഹിഷ്കരിക്കുന്നത്? തീർച്ചയായും അതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്, ഒരു തർക്കവുമില്ല. ഇനി മീഡിയ വൺ ചാനലിലെ ദാവൂദ് സാഹിബിൻ്റെയും അജിംസിൻ്റെയും അഭിപ്രായം കൂടി ഒന്ന് കേട്ടു നോക്കൂ. മൗദൂദി ചാനലിൽ ദാവൂദ് സാഹിബും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഈ ഓഡിയോ കേട്ടു നോക്കൂ. അപ്പോൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ബ്രാൻഡാണ് സ്റ്റുഡിയോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് ജനാധിപത്യപരമായ ഒരാൾക്കുള്ള അവകാശമാണ്. ഇത് ലോകത്ത് ഏറ്റവും മാരകമായുള്ള വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞങ്ങളത് വാങ്ങുന്നില്ല, ഞങ്ങളത് ബഹിഷ്കരിക്കുന്നു, നിങ്ങളത് ബഹിഷ്കരിക്കണം എന്ന് പറയാൻ ആർക്കും അവകാശമുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താണ്, നിങ്ങൾ TCS അല്ലേ പാസ്പോർട്ട് തരുന്നത്, പിന്നെ ടാറ്റയുടെ വിമാനത്തിൽ കയറിയല്ലേ നിങ്ങൾ പറക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ബഹിഷ്കരിക്കാൻ പറ്റുന്നതിനൊക്കെ അവർ ബഹിഷ്കരിക്കും. ഇനി അവർക്ക് പറ്റുന്നില്ല അത് അവരുടെ ചോയ്സാണ്, അവരുടെ റൈറ്റാണ്, അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ഞങ്ങൾ ഇന്നത് ബഹിഷ്കരിക്കും, ഇന്നത് ഞങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ പറ്റുന്നില്ല, ഇന്നത് ബഹിഷ്കരിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തു. അതൊക്കെ ആ പ്രൊട്ടസ്റ്റ് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. പാലസ്റ്റൈനിലെ കുഞ്ഞുങ്ങളുടെ രക്തക്കറ പുരണ്ട ആരും ഇനി ഇവിടെ വേണ്ട, അവരെ എല്ലാം ബഹിഷ്കരിക്കണം. അതാണ് ദാവൂദ് സാഹിബും കൂട്ടരും പറയുന്നത്. പക്ഷേ TCS എന്ന ടാറ്റ കൺസൾട്ടൻസി സർവീസാണ് പാസ്പോർട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. അവരെ ബോയ്ക്കോട്ട് ചെയ്യണ്ടേ? ടാറ്റയുടെ വിമാനത്തിൽ കയറിയല്ലേ പറക്കുന്നത്, അവരെ ബോയ്ക്കോട്ട് ചെയ്യണ്ടേ, അവരെ ബഹിഷ്കരിക്കണ്ടേ എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾക്ക് അർത്ഥമില്ല എന്നാണ് ദാവൂദ് സാഹിബ് പറയുന്നത്. ബഹിഷ്കരിക്കാൻ പറ്റുന്നതിനെയൊക്കെ ബഹിഷ്കരിക്കും. അത് അവരുടെ ചോയ്സാണ്, അത് അവരുടെ റൈറ്റാണ്, അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഉപ്പ് ഞങ്ങൾ ടാറ്റയുടെ ആണെങ്കിലും ബഹിഷ്കരിക്കില്ല, കാരണം അത് ഞങ്ങളുടെ ചോയ്സാണ്. അതേപോലെ ചായ, അങ്ങനെ തൊട്ട് എല്ലാ സാധനവും, നമുക്കൊരു തരത്തിലും ബഹിഷ്കരിക്കാൻ പറ്റില്ലാത്ത എല്ലാ സാധനവും ഞങ്ങളുടെ ചോയ്സാണ്, റൈറ്റാണ്, ഡിസ്ക്രിപ്ഷനാണ്. എങ്ങനെയുണ്ട്? ഒറ്റ വാക്കി പറഞ്ഞാൽ ഇരട്ടത്താപ്പ്. ഇനി അജിംസ് പറയുന്നത് കൂടി കേൾക്കൂ. ബഹിഷ്കരണാഹ്വാനത്തിന്റെ ലക്ഷ്യം സൂദിയോ പൂട്ടിക്കുക എന്നോ സൂദിയോയുടെ പെരുന്നാൾ കച്ചവടം അവസാനിപ്പിക്കുക എന്നുള്ളതോ അവരുടെ കച്ചവടം എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ബ്രാൻഡിന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഈ മണ്ടന്മാരായ വിമർശകർ മനസ്സിലാക്കേണ്ടത് ഒരു ബഹിഷ്കരണാഹ്വാനം എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് പരത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ റൈറ്റ് നൗ ഫലസ്തീനിൽ ഒരു ജനസൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേർ പങ്കു ചേർന്നിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ പങ്കു ചേർന്നിട്ടുണ്ട്. ആ പങ്കു ചേർന്ന കോർപ്പറേറ്റുകളും കമ്പനികളും മറ്റു ഗ്രൂപ്പുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വംശഹത്യയെ സഹായിക്കുകയാണ് എന്ന അവബോധം ജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സൂദിയോ നാളെ ഞാൻ പൂട്ടിച്ചളയാം. ഒരു പക്ഷേ ഈ ബോയ്ക്കോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് പോയിട്ട് സൂദിയോ പോയി തുണിയെടുക്കുന്നുണ്ടാവും. ഇപ്പോൾ സൂദിയോയിൽ പോവും. അപ്പം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ടാറ്റയുടെ ബസ്സിലല്ലേ പോകുന്നത്? ടൂർ പോകാൻ നേരത്ത്, പാസ്പോർട്ട് എടുക്കാൻ നേരത്ത് നിങ്ങൾ TCSനെ അല്ലേ സമീപിക്കേണ്ടത്? അതായത് പാസ്പോർട്ട് സർവീസൊക്കെ നടത്തുന്നത് ടാറ്റ കൺസൾട്ടൻസിയാണ്. അങ്ങനെയൊക്കെ ചോദിച്ച് പരിഹരിക്കുകയാണ്. അതൊക്കെ എന്താണ് പറയുക, നമ്മൾ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നത്തെ ട്രിവിയലൈസ് ചെയ്യുകയോ ലഘൂകരിക്കുകയോ ചെയ്യുക എന്നാണ് അതിന് പറയുക. അജിംസ് പറയുന്നത് എന്നെ പോലെയുള്ള വിമർശകർ, മണ്ടന്മാരായ വിമർശകർ മനസ്സിലാക്കേണ്ടത് സ്റ്റുഡിയോയെ ബഹിഷ്കരിക്കുക എന്നാൽ അത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ്. എന്ന് വെച്ചാൽ സ്റ്റുഡിയോ പൂട്ടിക്കാനല്ല എന്നാണ് അജിംസ് പറയുന്നത്. സംഭവം 8 നിലയിൽ പൊട്ടിയപ്പോൾ അടവ് മാറ്റി, അത്രയേ ഉള്ളൂ.
ആരാണ് മണ്ടന്മാർ എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അജിംസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റും ചെയ്യുന്നത് ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കണ്ടേ? ഇരട്ടത്താപ്പ് ആകാം, പക്ഷേ ഇരട്ടത്താപ്പിൻ്റെയും ഉളുപ്പില്ലായ്മയുടെയും ഭയാനക വേർഷനാണ് ഇത് എന്ന് പറയാതെ വയ്യ. അജിംസിനും പാലസ്റ്റൈനിലെ ജീനോസൈഡ് മാത്രമേ പ്രശ്നമുള്ളൂ. ഇസ്രായേലിൽ കടന്നു കയറി ഹമാസിൻ്റെ അണ്ണന്മാർ നടത്തിയ നരവേട്ട പ്രശ്നമൊന്നുമല്ല. ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയെക്കുറിച്ച് പറയാൻ ഇവർക്കൊന്നും നാവ് പൊന്തില്ല. എന്നാൽ ഗസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കും. സംഭവം ചീറ്റിപ്പോയപ്പോൾ ഇപ്പോൾ മൗദൂദി കുഞ്ഞുങ്ങളും ഇരവാദവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പാലസ്റ്റൈനോട് ഐക്യദാർഢ്യം കാണിക്കുന്ന ഏതൊരു സമരത്തോടും തങ്ങൾ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അനുകൂലിക്കും. നിങ്ങളിവിടെ കേരളത്തിൽ കിടന്ന് ഇങ്ങനെ അനുകൂലിച്ചും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ബോയ്ക്കോട്ട് ചെയ്തും സമരം നടത്തിയാലും അവിടെ പാലസ്റ്റൈനിലെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും അതറിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളിങ്ങനെ ഇവിടെ കുറച്ച് പേരുണ്ടെന്ന് പോലും അവർക്കറിയില്ല. നിങ്ങളുടെ ആരുടെയും അമ്മാച്ചന്മാരോ അളിയന്മാരോ ആരും അവിടെ ഇല്ല എന്ന് ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ഐക്യദാർഢ്യം, നിങ്ങളുടെ പിന്തുണ ഗസയിൽ പോയി കാണിക്കണം. അതാണ് എൻ്റെ ഒരു പക്ഷം. യുവമാർക്കൊന്നും ഒരു തൊഴിലുമില്ലേ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോകും. ഗസയിൽ മനുഷ്യർ മരിച്ചു വീഴുന്നു. ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു. യുദ്ധം മൂലം കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. ആ കുഞ്ഞുങ്ങളുടെ ചോരക്കറ പുരണ്ട വസ്ത്രങ്ങളാണ് സുദിയോ പോലെ ഒരു സംരംഭം വിൽക്കുന്നത്. ടാറ്റ ബേബി കില്ലറാണ്. അതുകൊണ്ട് സുദിയോ ബഹിഷ്കരിക്കുക. 7000 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ഒരു പ്രദേശത്ത് എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ സുഡാപ്പികൾക്കും മൗദൂദികൾക്കും എന്താണ്? ഗസയിൽ മാത്രമാണോ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത്? 2011 മുതൽ 2023 വരെ സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഏകദേശം 20,000 കുട്ടികളാണ് മരിച്ചുപോയത്. റഷ്യൻ പട്ടാളം 2048 കുട്ടികളെയാണ് കൊന്നുകളഞ്ഞത്. എന്തേ, നിങ്ങൾക്ക് ദുഃഖമൊന്നും തോന്നുന്നില്ലേ? യമനിലെ ആഭ്യന്തര കലാപത്തിൽ 11,000 കുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് ഞാൻ പറയുന്ന കണക്കൊന്നുമല്ല, UN-ഉം യൂണിസെഫും ഒക്കെ പറയുന്ന കണക്കാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരാഴ്ചയിൽ 16 കുട്ടികൾ വീതം മരിച്ചു വീഴുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷമായി എന്നുകൂടി ഓർക്കണം. ഇതെല്ലാം ഔദ്യോഗിക കണക്കാണ്. യഥാർത്ഥ കണക്കുകൾ ഇതിലുമൊക്കെ എത്ര വലുതായിരിക്കും എന്നുകൂടി ഓർക്കണം. പറഞ്ഞു വന്നത്, ഈ കുട്ടികളുടെ ജീവനൊന്നും ഒരു വിലയുമില്ല. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ജീവന് മാത്രമേ വിലയുള്ളൂ. അതോ ഇതെല്ലാം മതാടിസ്ഥാനത്തിൽ മാത്രമാണോ വിലയിരുത്തപ്പെടേണ്ടത്? അങ്ങനെയെങ്കിൽ അതുകൂടി നിങ്ങൾ പറയണം. യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെ തന്നെയാണ്. മരണം മാത്രമല്ല, ജീവിക്കുന്ന കുഞ്ഞുങ്ങളിൽ അതുണ്ടാക്കുന്ന ട്രോമ, അതുണ്ടാക്കുന്ന അനാഥത്വം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഡിസ്റപ്ഷൻസ് ഒക്കെ വിവരണാതീതമാണ്. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമികൾ ആദ്യം ചെയ്യേണ്ടത് യുദ്ധം അവസാനിപ്പിക്കുവാൻ ഹമാസിനെ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. താമസിച്ചാൽ അതും ഇല്ലാതെയാകും. സത്യത്തിൽ കേരള ജനത ഇതിനൊക്കെ മാത്രം എന്തു പിഴച്ചു, എന്ത് പാപം ചെയ്തു എന്നുകൂടി നിങ്ങൾ പറഞ്ഞു തരണം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ പൈശാചികമായ ക്രൂര കൃത്യങ്ങൾക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ മുതൽ തുടങ്ങിയ ഇരവാദവും കരച്ചിലുമാണ് കേരളത്തിൽ മാത്രമേ ഇതുള്ളൂ എന്നുകൂടി ഓർക്കണം. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രകടനം, പൊതുസമ്മേളനം, ഹമാസ് ഭീകരന്മാരുടെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടുള്ള എഴുന്നള്ളത്ത്, അങ്ങനെ കേരളത്തിൽ ഇവർ കാട്ടിക്കൂട്ടാത്ത ഗോഷ്ഠികളും കോലാഹലങ്ങളും ഒന്നുമില്ല. ഇതൊക്കെ കാണാൻ ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത് പറഞ്ഞു തരുമോ? എന്നാൽ ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികളെ വിട്ടുകൊടുക്കണം എന്ന് ഇവർ ആരെങ്കിലും പറയുമോ? അതുമില്ല. പകരം ഇരവാദം. ഈ ഗോഷ്ഠിയുടെ എല്ലാം ഒടുക്കത്തെ ഐറ്റമാണ് ഇപ്പോൾ കണ്ട ബോയ്ക്കോട്ട് നാടകം. ബോയ്ക്കോട്ട് എന്ന് പോലും തെറ്റാതെ എഴുതാനറിയാത്ത വിദ്യാർത്ഥി സംഘടന. പോയി നല്ല 4 അക്ഷരവും അക്ഷരത്തെറ്റ് കൂടാതെ കൂട്ടി വായിക്കാനും എഴുതാനും പഠിക്കൂ. എനിക്കതാണ് നിങ്ങളോട് പറയുവാനുള്ളത്. ഹമാസുകാരും പാലസ്റ്റൈൻകാരും ചെലവിന് തരൂല എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ കൊള്ളാം. അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം സ്വാഹ. അത്രയേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.